ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. അപ്പോൾ എല്ലാവരും തിരുവാതിരയൊക്കെ നോറ്റ് ഇരിക്കാവൂല്ലേ? തിരുവാതിര ദിവസം കൂവ വിരകിയത്, കൂവ പായസം, അതേപോലെ തന്നെ പ്രധാനമായും മറ്റൊരു ഡിഷുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പുഴുക്ക്. അപ്പം ഞാൻ ഈ തവണ പൊതുവെ ഉണ്ടാക്കണേക്കാട്ടി വ്യത്യസ്തമായിട്ടാണ് പുഴുക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എനിക്കറിയില്ല ഇതേപോലെ തന്നെയാണോ എല്ലാവരും ഉണ്ടാക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാനിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് ചെറുപയറിന് പകരം മമ്പയറാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അത് സെപ്പറേറ്റ് ഉപ്പിട്ട് വേവിച്ചെടുക്കുക. പുഴുക്കിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിന്ന് എടുത്തിട്ടുള്ളത് പൂള, കായ, കൂർക്കൽ, മധുരക്കിഴങ്ങ്, ചേമ്പ് എല്ലാം ഇതേപോലെ കഷ്ണങ്ങളായി മുറിച്ച് വെക്കുക. ഇന്ന് ഞാൻ കഷ്ണങ്ങളൊക്കെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കഷ്ണത്തിന് പിടിക്കാൻ മാത്രം ഉപ്പ് എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക. ഓരോരുത്തരെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ. കഷ്ണങ്ങൾ പൊന്തി നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം വേവാൻ മാത്രം വെച്ച് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. 2 വിസിലോടെ കഷ്ണങ്ങളൊക്കെ വേവിച്ച് കിട്ടും. കഷ്ണത്തിൻ്റെ വേവ് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും ഇഷ്ടം. എനിക്കിഷ്ടം തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ പൊടിയണം, പക്ഷെ എന്നാൽ പേസ്റ്റ് ആവരുത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ മമ്പയറും നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ മമ്പയർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പുഴുക്കിനുള്ള കിഴങ്ങുകളൊക്കെ നമുക്ക് ഇതിലേക്ക് മാറ്റാം. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു തിന്ന്. എല്ലാ തവണയും ഞങ്ങൾ ചെറുപയറൊക്കെ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കാറ്. മുതിര ചെറുപയറൊക്കെ ഇടും, പക്ഷേ തവണ മമ്പയർ എടുക്കാൻ വിചാരിച്ചു. തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് തേങ്ങ, പച്ചമുളക്, ഓൾറെഡി 2 പച്ചമുളക് ഇട്ടുകൊണ്ട് ഇതിൽ 1 പച്ചമുളക് ഇടണുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു തരി ജീരകം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളം യൂസ് ചെയ്യാതെ ഒരു തവണ അരയ്ക്കുക. ഒരു പൊടി വെള്ളം ഒഴിച്ചാൽ മതി, കാരണം നല്ല ലൂസായിട്ട് കിട്ടരുത്, ഫൈൻ പേസ്റ്റ് ആയാൽ മതി. ഇതിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഉപ്പ്, എരിവ് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി അത് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ചളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ പുഴുക്ക് റെഡിയാവും. ഇനി അതിനുള്ള വറവ് തയ്യാറാക്കാം. വറവിടാൻ ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ വറ്റൽമുളകും കരിവേപ്പിലും ഇട്ടു. ഇതിലേക്ക് ഒഴിച്ചെടുത്ത് ഇനി ഇതൊന്ന് സെറ്റാക്കട്ടെ. സ്വാദിഷ്ടമായ പുഴുക്ക് റെഡി. വെക്കുന്ന പുഴുക്കിൻ്റെ രീതി ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കാറെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പം അടുത്ത തിരുവാതിരയ്ക്ക് നിങ്ങളും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ദെൻ ബൈ.